സൂര്യയുടെ കറുപ്പൻ എന്ന സിനിമയിലെ കറുപ്പനെ വാറുമയ എന്ന സോങ് സായ വേങ്കർ റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കേട്ടു നോക്കാം. സംഭവമാണോ ഇല്ലയോ എന്നുള്ളത്. സായി അത് ഈ പടത്തിൽ ചെയ്ത മ്യൂസിക് സായുടെ ബീറ്റാണ്. ബീറ്റും എല്ലാം ഒരു ഡിവൈൻ ബീജിയങ്ങളാണ് ഇട്ടിട്ടുള്ളത്. കറക്റ്റ് ഗോഡ് മോഡിന്റെ പീക്കായിട്ടാണ് ഇട്ടിട്ടുള്ളത്. സായി പടത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പോസിറ്റീവ്. ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. സത്യത്തിൽ ഈ പടത്തില് ഞാൻ പറയും, ഇപ്പോഴും ഈ സിനിമയിലെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് പോസിറ്റീവ്, പീക്ക് പോസിറ്റീവ് എന്ന് പറയുന്നത് സാബിങ്ങളുടെ ബീജിയമാണ്. അതായത് കറുപ്പ്, ഗോഡ്, അതിന് പറ്റിയ മ്യൂസിക്, അത് തമിഴ് ഓഡിയൻസിന് പ്രത്യേകിച്ച് അവർക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബീജിയം, ആ ഒരു ബീറ്റും കാര്യങ്ങളും, അത് നമുക്ക് തന്നെ തിയേറ്റർ എക്സ്പീരിയൻസിൽ ഇപ്പോഴും ഒരു ഏരീസിൽ പടം കാണുമ്പോൾ ഇപ്പോഴും ആ സീന് അപ്പോ ആ ഒരു സായുടെ ആ ബീജിയം പോകുന്ന രീതി, അപ്പൊ ആ ഒരു സീൻ പോകുന്ന രീതി, നോർമൽ സീനെ സായുടെ ആ ബീജിയം കൊണ്ട് എലവേറ്റ് ചെയ്യുന്ന രീതി, മൊത്തത്തിൽ കേട്ടോണ്ടേ ഇരിക്കാൻ തോന്നൂടാ. ദൈവത്തിന് വിളിക്കില്ല. ഇന്ദ്രൻസിപ്പ് ആ ഒരു മുളക് കറുപ്പനെ കറുപ്പനെ ബാറുമയ്യ എന്ത് സാധനോടാ കറുപ്പനെ ബാറുമയ്യ. ഇട ഇത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, ഈ കറുപ്പനെ ഇന്ദ്രൻസ് വേറെ വഴിയൊന്നും ഇല്ലായിരിക്കുമ്പോ ഇന്ദ്രൻസ് ഈ മുളകൊക്കെ അരച്ച് ആ ഒരു കറുപ്പന്റെ ആ ഒരു ശില്പത്തിൽ പോയിട്ട് ഇങ്ങനെ മുളക് അരച്ച് വിടുമ്പോ ഇങ്ങനെ അയ്യ കറുപ്പരേ വാറുമയ്യ കറുപ്പരേ, അത് ആ ഒരു ഗൂസ് ബോംസ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഈ വേൾഡ് കപ്പ് ടൈമിൽ വേൾഡ് കപ്പിലെ എല്ലാ എഡിറ്റ്സിലും, പ്രത്യേകിച്ച് ക്രിസ്ത്യാനോ, മെസ്സി, എല്ലാവരും എഡിറ്റ്സിലും കൂടുതൽ വന്നത് കറുപ്പിലെ ബീജിയമ്മും കറുപ്പിലെ സോങ്സും ഒക്കെയാണ്. അങ്ങനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് കഴിഞ്ഞ് ഇതുപോലെ ഒരു മാസ് ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളും വരുമ്പോൾ കറുപ്പിലെ ബീജിയമ്മും കറുപ്പിലെ സോങ്സും ഒക്കെയാണ് വരുന്നത്. കാരണം അതിൽ കറക്റ്റ് ആപ്റ്റാവും എല്ലാത്തിലും. ഉപരി ഇപ്പോൾ സ്പൈഡർമാൻ സിനിമ കാണുമ്പോൾ തന്നെ സ്പൈഡർ സിനിമയിൽ ആ ഒരു മാസ് സീനൊക്കെ വരുമ്പോ കറുപ്പിലെ ബീജിയമാണ് ഓർമ്മ പറഞ്ഞത്. അത് എല്ലാവരും കറുപ്പിലെ ബീജിയം, സായുടെ ആ കറുപ്പിലെ ബീജിയം സ്പൈഡർമാൻ ഒന്ന് പെറ്റീഷൻ വരെ കൊടുക്കണമെന്ന് വരെ വീഡിയോസ് ഒക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടാകും. കാരണം ആ ഒരു ആപ്റ്റ് ആവുന്നുണ്ട്. ആൻഡ് കറുപ്പിൽ അതേപോലെ തന്നെ സ്പൈഡർമാനിലെ ഇമോഷണൽ ഫീലിംഗ്സ്, ആ ഒരു സീനൊക്കെ വരുമ്പം ഡ്യൂഡില്ല ബീജിയം എടുത്തിട്ടേ അതാകുമ്പോൾ കറക്റ്റ് ആവുമെന്ന് പറഞ്ഞ്, ആ സ്പൈഡർമാനിൽ ഇതിന് സായ ഭയങ്കര മ്യൂസിക് ഡയറക്ടറാണെങ്കിൽ എല്ലാം കറക്റ്റ് ആയിരുന്നു എന്നുള്ള ഒരു ടോക്ക് വരെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ട്രോൾ വരുന്ന രീതിയിൽ ഒരു ഇത് സായിന് മ്യൂസിക് ചെയ്തെങ്കിൽ നോക്കിട്ട് ആ സായുടെ ആ മ്യൂസിക്, കറുപ്പിലെ മ്യൂസിക് ഒക്കെ സ്പൈഡർമാൻ ഇടുമ്പോ കറക്റ്റ് ആപ്റ്റ്, കറക്റ്റ് അയ്യ കറുപ്പരേ വാറുമയം, ഈ ആ ഒരു സെന്റൻസ്, ആ ഒരു വാക്ക് കറുപ്പനെ വാറുമയാന്ന് ഇടുമ്പോ തന്നെ ഒരു ഗൂസ് ബംസ് ആണ്. അതായത് ഒരു റിഡംഷൻ ആണ്, ആ തിരിച്ചു വരവ്. ആ ഒരു സിറ്റുവേഷനിൽ കറക്റ്റ് ആയിട്ട് സ്ലോ മോഷനിലും ആ ഒരു സീനൊക്കെ ഇടുമ്പോൾ വൺ ആപ്റ്റാണ് ഈ ഒരു മ്യൂസിക്. ആ ഒരു ഇന്ദ്രൻസിയുടെ ഇതേപോലെ ആ ഒരു കറുപ്പന്റെ അതില് മുളകിട്ട് ഇങ്ങനെ അരച്ചിടുമ്പോ ഈ ബീജിയം ഇടുമ്പോ, അതുപോലെ തന്നെ എത്ര ബീജിയം ഇപ്പൊ ജനനായകൻ വന്നപ്പോ ആ ഒരു ബീജിയം ഇട്ടിട്ടുണ്ട്. അതുപോലെ എല്ലാ മാസ് സാധനങ്ങളിലൊക്കെ ഈ ബീജിയം ഇടുമ്പോ കറക്റ്റ് ആപ്റ്റാണ്, ഗൂസ് ബംസ് ആണ്, കറക്റ്റ് ലെവൽ. ആ ഒരു മീറ്റർ താണ്ടയില്ല താരയും ഇല്ല, കറക്റ്റ് പോലെ ഇരിക്കും. മൊത്തത്തിൽ ഗൂസ് ബംസ് ആണ്. ഞാൻ ഇപ്പോഴും പറയണ ആ ടീസർ അല്ലല്ലോ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ എന്ത് മ്യൂസിക്കടാ ചെയ്തു വെച്ച്. കാരണം ആ മ്യൂസിക് ആ സീനെ എലവേറ്റ് ചെയ്ത് കൊണ്ട് ആ കറുപ്പനെ ആ ഒരു ബീറ്റും വെച്ച് ഇജാതിയായിട്ട് കത്തിച്ച് വെച്ചിട്ടുണ്ട് അളിയെ.